നമസ്കാരം. ഈസി ടെക്നോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് kdenlive നിന്നും എഡിറ്റ് ചെയ്യുന്ന വീഡിയോയുടെ സൗണ്ട് കൂട്ടുവാനും കുറക്കുവാനും സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പ്രവേശിക്കാം. ഇവിടെ സൗണ്ട് കൂട്ടുവാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ക്ലിപ്പിൻ്റെ മുകളിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഏഡ് ഇഫക്റ്റിലേക്ക് പോകുന്നു. ഏഡ് ഇഫക്റ്റിൽ നിന്നും ഓഡിയോ കറക്ഷൻ ഗെയിനിലേക്ക് പോകുന്നു. ഏഡ് ഇഫക്റ്റ്, ഓഡിയോ കറക്ഷൻ, ഗെയിൻ. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ വലതുഭാഗത്തായിട്ട് ഒരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം. ഇവിടെ ഗെയിൻ എന്ന് കാണാം, 100% എന്നും കാണാം. ഇതിൻ്റെ വാല്യൂ കൂട്ടിക്കൊടുത്താൽ മതി. ഞാൻ അല്പം കൂട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ സൗണ്ട് കൂടിയതായിട്ട് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ സൗണ്ട് കുറക്കണമെങ്കിൽ അല്പം പുറകോട്ടേക്ക് പോയാൽ മതി. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയുടെ സൗണ്ട് കൂട്ടുവാനും കുറക്കുവാനും സാധിക്കുന്നതാണ്. kdenlive പുതിയ വേർഷനായ 21.08 kdenlive നമ്മൾ പോയാൽ അവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വീഡിയോ 2 ട്രാക്കിൽ ഞാൻ വീഡിയോ ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഓഡിയോ ട്രാക്കിൽ വരുന്നതാണ്. ഇതാണ് പുതിയ വേർഷൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് രണ്ടും 2 ട്രാക്കിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് സൗണ്ട് കൂട്ടുവാനും കുറക്കുവാനും സാധിക്കും. അതോടൊപ്പം ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പഠിച്ചതുപോലെ ഈ സൗണ്ട് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ സൗണ്ട് കുറച്ച് വന്നിട്ട് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആദ്യം അല്പം സൗണ്ട് കുറഞ്ഞു വന്നിട്ട് തുടങ്ങും. അതോടൊപ്പം അത് അവസാനിക്കുന്ന സമയത്ത് സൗണ്ട് കുറഞ്ഞു വന്നിട്ട് അവസാനിക്കും. ഈ രീതിയിലുള്ള ഓപ്ഷനൊക്കെ പുതിയ വേർഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഓഡിയോ കറക്ഷൻ എന്ന് കാണാം മുകളിൽ. ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഓഡിയോ കറക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫെയ്ഡ് ഇൻ എന്ന് കാണാം, ഫെയ്ഡ് ഔട്ട് എന്ന് കാണാം. ഫെയ്ഡ് ഇൻ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഓഡിയോ ട്രാക്കിലാണ് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ചെയ്താൽ ഈ ഒരു ഭാഗത്ത്, വലതു ഭാഗത്ത് ഇപ്പോൾ ഒരു പുതിയൊരു ടൂൾ വന്നതായിട്ട് കാണാം. ഫെയ്ഡ് ഇൻ എന്ന് കാണാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഈ രീതിയിലൊരു അടയാളം വന്നതായിട്ട് കാണാം. ഇനി ഒന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ സൗണ്ട് കുറഞ്ഞു വന്നിട്ട് സൗണ്ട് കൂടിയിട്ടുണ്ട്. ഇതുപോലെ ഫെയ്ഡ് ഔട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ ക്ലിപ്പിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഫെയ്ഡ് ഔട്ട് വാല്യൂ കൂട്ടാം. ഇനി ഒന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഈ രീതിയിലുള്ള ഓപ്ഷൻ kdenlive പുതിയ വേർഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ വീഡിയോ നമുക്ക് ഇതുപോലെ ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ മുകളിൽ ഈ ബോക്സിൽ ഫെയ്ഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട്, ഓഡിയോ കറക്ഷൻ എന്ന് കാണാം. അതിൻ്റെ തൊട്ട് താഴെ മോഷൻ എന്നും കാണാം. മോഷൻ ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട് എടുത്താൽ നമ്മുടെ വീഡിയോ ക്ലിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് വീഡിയോ ഇതുപോലെ നമുക്ക് ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ kdenlive പുതിയ വേർഷനിൽ ഓഡിയോ കറക്ഷൻ എന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗെയിൻ എന്ന് കാണാം. ഈ ഗെയിൻ
ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഓഡിയോ ട്രാക്കിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ വലതുഭാഗത്ത് ഗെയിൻ കാണാം. ഇവിടെ വെച്ച് ഇതിൻ്റെ വാല്യൂ കൂട്ടാം, കുറക്കാം. ഈ രീതിയിൽ നമ്മുടെ ഓഡിയോയുടെ സൗണ്ട് കൂട്ടുവാനും കുറക്കുവാനും സാധിക്കുന്നതാണ്. ഇവിടെ തൊട്ട് താഴെയായിട്ട് ഓഡിയോ കറക്ഷൻ്റെ ഏറ്റവും താഴെയായിട്ട് വോളിയോ കീ ഫ്രെയിമബിൾ എന്ന് കാണും. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഓഡിയോ ട്രാക്കിലേക്കാണ് ചെയ്യേണ്ടത്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ഇവിടെ ഒരു പുതിയൊരു ടൂൾ വന്നതായിട്ട് കാണാം, വലതുഭാഗത്ത് കാണാം. ഇവിടെ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ഏതൊക്കെ ഭാഗത്ത് സൗണ്ട് കൂട്ടാം, ഏതൊക്കെ ഭാഗത്ത് സൗണ്ട് കുറക്കാം, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. തൊട്ട് താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാം. മൗസ് അവിടെ കൊണ്ടുവെക്കുമ്പോൾ തന്നെ ഏഡ് കീ ഫ്രെയിം എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തൊട്ട് താഴെ ഇത് അല്പം ഞാൻ കുറച്ച് വെക്കുകയാണ്. ഓഡിയോ ട്രാക്കിൽ നിങ്ങൾക്ക് കാണാം, ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇതിൻ്റെ ഗ്രാഫ് കൂടുകയും കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. അത് വീണ്ടും ഗ്രാഫ് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ വാല്യൂ കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. വാല്യൂ അല്പം കൂട്ടിക്കൊടുക്കുകയാണ്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ കൂടി kdenliveൻ്റെ പുതിയ വേർഷനിലുണ്ട്. ചില ഭാഗത്ത് സൗണ്ട് കുറക്കാം, ചില ഭാഗത്ത് സൗണ്ട് കൂട്ടാം. നമ്മൾ ഇടയ്ക്കിടെ ആവശ്യമുള്ള സ്ഥലത്ത് കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് തൊട്ട് താഴെ നിന്നും വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. ഇങ്ങനെ പല ഓപ്ഷനും kdenliveൻ്റെ പുതിയ വേർഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്.